നമസ്കാരമുണ്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ നമ്മള് നിൽക്കുന്ന നമ്മളെ നാട്ടിൽ തന്നെ ആയിട്ടോ. നാട്ടിൽ നമ്മള് മമ്പാടാണ് ഇപ്പൊ ഉള്ളത്. എല്ലാരും ചോദിക്കുന്നത് നമ്മളെ നാടെവിടെയാന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇന്ന് ഞങ്ങളെ നാട്ടിൽ നമ്മളെ മമ്പാട് ടൗണിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളെ നാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടികളൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ 98 95 18 18 86 നമുക്ക് നമ്മളെ നാടും സംഭവങ്ങളും ഡീറ്റെയിലും മൊത്തത്തിലാണ് കാണിച്ചു കൊടുത്തത്. നമ്മൾ ഇത്രയും കാലം കാസർഗോഡ് ജില്ലയായിരുന്നു ഫുള്ള് കാണിച്ചുകൊണ്ടിരുന്നത്. കണ്ണൂരും കാസർഗോഡും പോകാത്ത ഏരിയയിലെ കാണാത്ത സ്ഥലങ്ങളില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളെ നാട്ടിലത്തെ കുറെ സ്ഥലങ്ങൾ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ കുറെ മറന്നു പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നാടുമായിട്ട് ഒരു ടച്ച് ഇല്ലാത്ത കോലത്തിലായിട്ട് 10-15 കൊല്ലമായി നമ്മൾ ഇവിടുന്ന് പോയിട്ട്. അപ്പൊ നമുക്ക് നാട്ടിൽ കൂടെ നടന്നിട്ട് നാട്ടിലത്തെ നമ്മളെ ഈ നാടിന്റെ ഭംഗി, മലപ്പുറം ജില്ലേന്റെ ഭംഗി സംഭവങ്ങളും മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാണിച്ചു കൊടുക്കാം അല്ലെ. പിള്ളേർക്കൊന്നും ഇതുവരെ അറിയില്ല ഓരോ നാട് എവിടെയാന്നുള്ളതൊന്നും. കാരണം കർണാടകയിൽ ജനിച്ചവനാണ് ഇവൻ. മംഗലാപുരത്ത് ദക്ഷിണ കന്നഡയിൽ ജനിച്ചവനാണ് ഇവൻ. അറിയില്ല അവന്റെ നാട് എവിടെയാന്നൊന്നും. അപ്പൊ ഇന്ന് ഏതായാലും ഇവർക്കും നമ്മളെ വീഡിയോ കാണുന്നവർക്ക് നമ്മളെ നാടാണ്ട് കാണിച്ചു കൊടുക്കാം. നാടും സംഭവങ്ങളും കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മമ്പാട് ടൗണിലേക്ക് നമ്മൾ പോകാൻ നിൽക്കാം. അതിന് മുന്നേ വേറെ സംഭവം കാണിച്ചാൽ നമ്മളെ വില്ലേജ് ഓഫീസാണ് ഈ കാണുന്നത് കേട്ടോ. മമ്പാട് പഞ്ചായത്തും ഇതാണ് നമ്മളെ വില്ലേജും ആണ്. നമുക്ക് ഇനി പോകാം. ടൗൺ അങ്ങോട്ടാണുള്ളത് തുടങ്ങണം കേട്ടോ. നമ്മളെ മമ്പാട് ടൗൺ ഇതാണ്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ജാറത്തിങ്കൽ ഇതിലേക്കാണ് ഞങ്ങൾ സ്കൂൾ വിട്ട് ഇങ്ങനെ വന്നോണ്ടിരുന്നത്. പരതമ സ്കൂളൊക്കെ വിട്ടിട്ട് ഞാൻ പരതമ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പോകല്ലേ, ടൗണും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കല്ലേ. നമുക്ക് മമ്പാട് എന്ന് പറഞ്ഞ നമുക്കൊരു വികാരാണ്. ഫുട്ബോളിന്റെ നാട്. പിന്നെ എന്താ പറയാ ജനിച്ച നാട് നാട്ടിക്ക് വരുമ്പോ ഒരു രസമാണ്. ഇവിടെ നമുക്ക് എന്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. നമുക്ക് എവിടെ ചെന്നാലും നമ്മളെ സ്വന്തം നാടിന്റെ ആ ഒരു ഇത് കിട്ടലില്ല. ഇവിടേക്ക് വരുമ്പോ എന്താ വെച്ചാല് കൊറേ നമ്മളെ പരിചയമുള്ള ആൾക്കാരെ കാണാൻ, പഴയ ചങ്ങായിമാരെ കാണാം. ഒരുവിധം എല്ലാരും നമ്മൾ അറിയുന്ന തന്നെയാണ് കേട്ടോ. മമ്പാടുള്ള ഒരുവിധം എല്ലാരും നമ്മൾ അറിയണാണ്. അമ്മ ബാങ്കിലാണ്, വനിതാ ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാരും നമ്മളെ ഫ്രണ്ട്സ് ആണ്. ഒരു ബൈക്ക് വരുന്നുണ്ട്. ബസ്സൊക്കെയാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് കോഴിക്കോടിലേക്കൊക്കെ ഇഷ്ടം പോലെ ബസ്. അപ്പൊ നമ്മള് അടുത്ത ബസ്സാണ്, മറ്റേ ബസ്സാണിത്. ബസ് വരുന്നുണ്ടല്ലേ, അതാ പോണ്. അതൊക്കെ മൂടും കൊണ്ട് പോകുവോ? അപ്പം വണ്ടി ഉണ്ടോ? അപ്പൊ ഇനി നമുക്ക് നേരെ വീടട്ടോ. ഞങ്ങളേ സ്കൂള് വിട്ട് നടന്നു പോണ സ്ഥലാണിത്. റോഡ് കൊറേ നടന്നതാണല്ലേ. എത്ര നടന്നോ ഞങ്ങള്. മറ്റേ എന്താ പറയാ, എനിക്ക് മമ്പാട്ടങ്ങാടി കൂടെ പോകാനുള്ള പെർമിഷൻ ഇല്ല. അതെന്തേ? അങ്ങാടി എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങാടി കൂടെ പോയാൽ കണ്ണ് കണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവൂലേ. ഞാൻ പിന്നെ ഇതിലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കൂലേ. പഴയ ഒരു വീടില്ലേ അവിടെ? പണ്ടേ ഉള്ളതാ. ഇതിലാണ് പോകേണ്ടത്. എന്റെ റോഡാണ്, ഇതിലാണ്. ഈ ഇടവഴി കൂടെ പോയിട്ട് നമുക്ക് പിന്നെ പുഴക്കലോട്ട് ചാടണം. പിന്നെ അവിടുന്ന് തോണി കടന്ന് പോണം. ഇതാണ് നമ്മളെ മമ്പാട് ടൗൺ കേട്ടോ. നമ്മള് ജനിച്ചു വളർന്ന നാടും. ബസ് നിലമ്പൂരിനുള്ള ബസ്സാണ് പോണത് കേട്ടോ. ഇതാണ്, ഇവിടെയാണ് നമ്മളെ വനിതാ ബാങ്ക് കേട്ടോ. അമ്മ വർക്ക് ചെയ്യണ ബാങ്ക്. അതെ, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്ത് ബെൻസോ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല തിരക്കാണ്. മമ്പാട് ടൗൺ പറഞ്ഞാൽ പിന്നെ എപ്പോഴും തിരക്ക് തന്നെ ആയിരിക്കും. മമ്പാട് കുറെ സംഭവങ്ങളുണ്ട്. ഒക്കെ നമുക്ക് ഇങ്ങനെ കുറെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു തരാം അല്ലെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എത്തിക്കഴിഞ്ഞാലാണേലും. ഇതാണ് ടൗണിന്റെ ഹൃദയഭാഗം. നാലുംകൂടി ജംഗ്ഷൻ. ഇടത്തോട്ട് പോയാൽ കോളേജ് റോഡ്, വലത്തേക്ക് പോയാൽ നമ്മൾക്ക് തോണിക്കട റോഡ്. ഈ റോഡ് ഇത് തോണിക്കടയ്ക്ക് പോണ റോഡാണ്. കാൽപ്പാടുകൾ പതിഞ്ഞ റോഡാണ്. പിന്നെ ഇത് MES കോളേജിന്റെ അങ്ങോട്ട് പോണ റോഡാണ്. അവിടുന്ന് നേരെ പുളിക്കരോടിക്കൊക്കെ എത്താം. ഈ റോഡ് നേരെ പോവാന്നുണ്ടെങ്കിൽ മഞ്ചേരി, മലപ്പുറം ഒക്കെ പോകാം. അപ്പൊ നമ്മള് നേരെ പോകാൻ കേട്ടോ. ടൗണിൽ നിങ്ങൾ കാണുന്നതാണ് സംഭവം കൊണ്ട്. തുണിക്കടകളായിട്ടും പച്ചക്കറി, ഫ്രൂട്ട്സ്, ബാങ്ക്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഹോസ്പിറ്റല് ഇതല്ലേ, ബാങ്കാണ് ഇപ്പൊ ഫ്രണ്ടിൽ ഇവിടെ ഉള്ളത്. ഇപ്പുറത്തുണ്ട് കേട്ടോ കടകള്. എല്ലാ ഒന്നിനും എവിടേക്കും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
അപ്പൊ ടൗണിനോട് നമ്മള് വിട പറഞ്ഞ് ഇങ്ങനെ പോകുന്നു കേട്ടോ. ടൗണ് പറഞ്ഞാല് മമ്പാട് ടൗൺ കഴിഞ്ഞ് എന്താ പറയാ 1/2 കിലോമീറ്റർ പോലും അപ്പോഴത്തേന് നമുക്ക് തോട്ടിന്റെ അക്കര അവിടെയും വേറെ അടുത്ത ടൗൺ. തോട്ടിന്റെ അക്കര കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ടൗൺ എന്ന് പറഞ്ഞാല് നമുക്ക് പൊങ്ങല്ലൂര് എത്തും. പൊങ്ങല്ലൂര് പിന്നെ കുണ്ടോട് അങ്ങനെ പോവും. ഇതാണ് തോട്ടിന്റെ അക്കര പാലം. നേരെ ഇപ്പുറത്തെത്തി കഴിഞ്ഞാല് പെട്രോൾ പമ്പ്. ഇത് പിന്നെ വേറെ ടൗൺ ആയിട്ടോ. ഇങ്ങോട്ടാണ് ഇനി ഫുള്ള് കടകൾ ഈ ഭാഗത്തോട്ടല്ലേ. പമ്പാണിത്. പിന്നെ ഫുള്ള് എന്താ പറയാ ഇപ്പൊ നമ്മള് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കൊറേ മാറി അല്ലേ. ഒരു 10-15 കൊല്ലം കൊണ്ടേ കൊറേ മാറ്റങ്ങൾ വന്നു. ഇനി നമുക്ക് കാണിച്ച് നമ്മളെ പുഴയാണ് കാണിച്ചു കൊടുത്താൽ നമുക്ക്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പുഴക്കിലോട്ടൊന്ന് പോയോക്കാം. കൊറേ കാലായി, എത്ര കാലായി അതിൽ പോയിട്ട് അറിയോ. പണ്ടാ പഠിക്കുന്ന ടൈമിൽ അതിൽ പോയത്, അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ അതിൽ പോയിട്ടില്ല. തിരിക്കാനും ഇതാക്കാനാണ്. നമുക്ക് ഇവിടുന്ന് എവിടുന്നേലും തിരിച്ചിട്ട് പോകാം. തിരിക്കാൻ പറ്റുമായിരിക്കും. പഴയ ആ ഒരു ഓർമ്മയൊന്ന് പുതുക്കി വരാൻ നമുക്ക് ഇബൽക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. പുഴയൊക്കെ പോയില്ലേ. പുഴ പോയി, എന്നാലും ആ തൂക്കുപാലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലവും നമുക്ക് പിന്നെ അക്കരന്ന് കാണേണ്ടി വരും. നമ്മളെ പിന്നെ വണ്ടി ഉണ്ടോ ബാക്കില് നോക്കാം. ആ വണ്ടികൾ വരുന്നുണ്ട്. ബാക്കിലിരുന്ന് കാണുക. ചോറിനാവുന്നുണ്ട് അവിടെ. മുണ്ടണില്ല. എന്തിയാ കിച്ചുന് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാല്ലേ. മിണ്ടാതിരുന്നാല് അല്ല അവിടെ ആ ബ്ലൂ അടപ്പുള്ളത്. ആ ഓട്ടോ കിടക്കണതില് അങ്ങോട്ട് പോകാൻ പറ്റുമോ അല്ലേ. നമ്മളെ ഓട്ടോ സ്റ്റാൻഡിന്റെ അതില് തന്നെയല്ലേ പോലെ. അപ്പൊ നമ്മള് വണ്ടി തിരിച്ചു. ഇനി നമുക്ക് പുഴക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. പുഴ കാണണം, കോളേജ് ഉണ്ട്, സ്കൂളുകളുണ്ട്, എല്ലാ സെറ്റപ്പാണ്. സംഭവം കാണിച്ചു തരാം. MES കോളേജ് മമ്പാട് കണ്ടോ, ബോർഡ് കണ്ടോ. ഫർണിച്ചറിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇപ്പൊ അപ്പുറത്തല്ലേന്നോ. അപ്പുറത്തുണ്ട്, ഇപ്പുറത്തോട്ടായതല്ലേ ആക്കിയായിരിക്കും. അപ്പൊ ഏതായാലും നമ്മള് അങ്ങോട്ട് തിരിയാനായിട്ടോ. മമ്പാട് ഏരിയ നമ്മളെ വീഡിയോ കാണുന്ന ജംഗിളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്താ പറയാ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. നിങ്ങൾ ഇവിടെ എവിടെയുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളി. അപ്പൊ നമ്മള് ടൗണിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആംബുലൻസ് ആണ്ടേ പോണ്. ഒരാള് നടന്നു പോണ്. ഇങ്ങോട്ട് പോവാൻ പറ്റുമോ? പോയോക്ക. അതില് പോവാൻ പറ്റുമോ? അല്ല, കുറച്ചുകൊണ്ട് എത്തിയിട്ട് പിന്നെ നമുക്ക് അവിടെ തിരിച്ചാ പോരെ. അതിലൊക്കെ വീടുകളൊക്കെ ആയി കാണുമായിരിക്കൂലേ. പോയോക്ക നമുക്ക്. ഇതിലെ ഈ റോഡിനാണ് പോകേണ്ടത്. ഇതാണ് നമ്മളെ ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ. ഓട്ടോകളായിരിക്കും. രണ്ടൊരു വണ്ടി കൂടി പോയാ പോകാം. പോവാ. അപ്പൊ നമ്മള് നേരെ പുഴക്കിലോട്ടാണ്. തോണിക്കടവ് റോഡ് അങ്ങനെയാന്നല്ലേ പറയാ. തോണിക്കടവ് റോഡ്. അല്ല, ഇവിടെ ബീഫ് കട അല്ല. ഇവിടെ ബീഫ് കട ഉണ്ടായിരുന്നല്ലോ. ഒക്കെ പോയി. എല്ലാം ഒഴിവാക്കി. കൊറേ മാറി. എന്തൊക്കെയോ ഇവിടെയൊക്കെ കടയുണ്ട്. നോക്കി, ഇവിടെ ഒന്നും കടയൊന്നും ഇല്ലായിരുന്നു. അവിടെ ഉണ്ടോ? ഇവിടെയൊക്കെ നമ്മൾ ഈ ഇവിടെയൊക്കെ വന്നാ സ്കൂൾ പെരുമഴയൊക്കെ ഉണ്ടാകുമ്പം വെള്ളം കേറുമ്പോ ഇവിടെയൊക്കെ വന്ന് നിൽക്കും. കൊങ്ങമ്പള്ളൊക്കെ കയറും. ഇങ്ങോട്ടൊക്കെ വെള്ളം വരും. ഈ ഭാഗത്തോട്ടല്ലേ ഫുള്ള് വെള്ളമായിരിക്കും. ഓ, ഇങ്ങോട്ടൊക്കെ വീടുകളായി. അങ്ങോട്ട് ആ ഭാഗത്തോട്ടൊക്കെ എന്താണ് ഇവിടെ. ഓ, അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലേ. പാലത്തിന്റെ പണി അവിടെ ഉണ്ട്. അതിൻ്റെതാണ് ഉണ്ടല്ലേ. അങ്ങോട്ടൊക്കെ വീടുകളായി. അവിടെ ഒന്നും വീടുകളൊന്നും ഇല്ലായിരുന്നു നേരത്തെ. അപ്പൊ നമുക്കൊന്ന് ഇറങ്ങി പോയിട്ടുണ്ടോ നോക്കല്ലേ. പറ്റുമോ നോക്കാം. തൂക്കപാലം പോയി. പാലൊക്കെ പോയി. ഇപ്പൊ അതിന്റെ വർക്ക് അടഞ്ഞ് പുതിയത് വരും. പുതിയ പാലം വരും. ഇനി വണ്ടി ഇവിടെ എങ്ങാനും ഇട്ടിട്ട് പോകേ. അവിടെയൊക്കെ വീടുകൾ എന്തൊക്കെയോ ഉണ്ട്. ബിൽഡിങ് എന്തൊക്കെയോ ഉണ്ട്. അങ്ങോട്ടൊക്കെ കൊറേ ആയി വീടുകൾ. പോയി നോക്കാലോ നമുക്ക്. ഇറങ്ങാൻ പറ്റുമോന്നൊന്നും. ആകെ മൊത്തം ചെളിയായിട്ട് കണ്ടു. ഇവിടെ ആയിരുന്നു വെയിറ്റിംഗ് ഷെഡ്. ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് ഷെഡൊക്കെ ഫുള്ള് പോയി തോന്നുന്നു. അപ്പൊ പൊളിച്ചു. ഇറങ്ങി നോക്കല്ലേ. ഇറങ്ങി നോക്കാം. അതിലായിരുന്നു പോകേണ്ടിരുന്നത്. ആകെ ചെളിയാണല്ലോ.
ഓ അങ്ങോട്ട് പോകാൻ പറ്റൂല കേട്ടോ. അല്ലേ? പോകാൻ പറ്റൂല അല്ലേ? നമുക്ക് അക്കരന്ന് വരാന്നാ. നമുക്ക് അക്കരന്ന് പോയി കാണിച്ചു കൊടുക്കാം അല്ലേ? ആ അക്കരന്ന് പിന്നെ കാണിക്കാം നമുക്ക്. പാലത്തിന്റെ പണി തൂക്കുപാലത്തിന്റെ വർക്കൊക്കെ ഇങ്ങനെ നടക്കുന്നുള്ളൂ അല്ലേ? അവിടെ അതിന്റെ സ്ലാബ് സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്, മറ്റേ തറയൊക്കെ. ഇവിടെ കൊറേ മാരാകെ മൂടപ്പാറയൊക്കെ കാണാം നമുക്ക് പോയാല്. നമുക്ക് അപ്പൊ ഇതിലൊക്കെ പോയി കാണല് റിസ്ക് ആണ്. പോയി നോക്കാം നമുക്ക്. റിസ്ക് ആണ്, എന്നാലും പോയോക്കുക. വെച്ചും എല്ലാം ഇറങ്ങിക്കട്ടോ. തെന്നണ്ടാ ഇത് കല്ലൊക്കെ ഇപ്പൊ പാകിയതാ. കല്ലൊക്കെ പെട്ടാ അല്ലേ? തോണി വന്ന് ഇവിടെ നിന്ന്. പണ്ട് ഇങ്ങനെ കല്ലൊന്നും പാകിയിട്ടല്ലേന്നു. ഇവിടെ നമ്മൾ വന്നിട്ടില്ല. ഇതാണ് നമ്മളെ ചാലിയാർപ്പുഴ കേട്ടോ. ഓ ഇതിലിങ്ങനെ വരുമ്പോ നമ്മളെ തോണിയില് വരുന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക. നമ്മളെ പഴയ തൂക്കുപാലത്തിന്റെ ആ തൂണ് നോക്ക്. അത് പുതിയതാക്കിയതല്ലേ? ആക്കിയതാ? ഇത് പുതിയത് വെച്ചാന്ന് തോന്നുന്നു. ഇതിപ്പോ പുതിയതാക്കിയാണോ? ഒരു ദിവസേ തോണി ഇവിടുന്ന് ഇങ്ങനെ പോവും, അതിലെങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ പോയി 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 മേലെന്നാ വിടുക. പിന്നെ അതാ ആ കടവില്ല അവിടെ, അവിടോട്ട് എത്തണം തോണി. തോണി ലാസ്റ്റ് ഒരു പോക്കണ് പോയി താഴെ. എന്നിട്ട് പിന്നെ തുഴഞ്ഞു 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 കൊണ്ടുവന്നാണ്. പിള്ളേർ എത്ര പിള്ളേരായിരുന്നു അറിയാം, ഫുള്ള് പിള്ളേരായിരുന്നു തോണിക്കകത്ത്. അന്ന് ഞാൻ നല്ല വിറ വരച്ച്. നമ്മളെ മേലത്തെ ഓടായിക്കല് പാലാണ് അങ്ങ് കാണുന്നത്, അങ്ങ മേലെ കാണുന്നത്. ആ കാണാണ്ടോ? അപ്പൊ ഇതാണ് നമ്മളെ ചാലിയാർപ്പുഴ കേട്ടോ. എത്ര കാലം ഞങ്ങൾ ഇതില്ലടാ. ഇവിടുന്ന് അങ്ങനെ അക്കരലോട്ട് തോണിയിലാ പോവുക. തോണിക്കകത്ത് അത് കണ്ട, ആ ചെറിയ പാറ കണ്ട, ചെറുത് അത് മൂടപ്പാറ, മറ്റേത് വലിയ പാറ. 5ാം ക്ലാസ് വരെ, 5അല്ലേ? 5, 7 വരെ ആ പാറ മൂടി കഴിഞ്ഞാൽ പിള്ളേരെ പിന്നെ വിടൂല തോണിയിൽ. മറ്റേത് 10ാം ക്ലാസ്. 10ാം ക്ലാസ് ആ പാറ മൂടിയ 10ാം ക്ലാസ് പിന്നില്ല. അങ്ങനെയായിരുന്നു. തോണി വന്ന് ഇവിടെ കുത്തിയോണ്ട് നിർത്തും എല്ലാരും. പിന്നെ വേറെ കാര്യം, പിന്നെ വേനലായി കഴിഞ്ഞാൽ പിന്നെ ഇതിലെങ്ങനെ നടന്നങ്ങനെ നടന്നു പോവാ. അപ്പൊ മുട്ടിന് താഴെ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. ചെരുപ്പൊക്കെ ഊരി പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകൂലേ, ബാഗൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട്. നല്ല രസമായിരുന്നു. മീനപ്പിടുത്തക്കാരൊന്നുമില്ല അല്ലേ? മീൻപിടുത്തക്കാരൊന്നുമില്ല. പൊന്നരിക്കാനൊന്നും ആരും ഇറങ്ങൂല ഇപ്പൊ. പണ്ടൊക്കെ അവിടെ പാറ ഇരുന്നാണ്ടൊക്കെ ആൾക്കാർ മീനെ ചൂണ്ടൊക്കെ കാണിയിരുന്നു. അവിടെ ഇരുന്നാണ്ടേ. വൈകുന്നേരമൊക്കെ ഇറങ്ങുള്ളൂ അല്ലേ? അക്കരെ കേറി നമ്മളെ പുള്ളിപ്പാടം ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ അങ്ങോട്ട് എത്തട്ടോ. അവിടെ കടവിന്റെ എന്തങ്ങോട്ട് പറയല്, തോണിക്കട തന്നെ അങ്ങോട്ടും പറയാ. അക്കരെ ഇക്കരെയും തോണിക്കട തന്നെ. അപ്പൊ അവിടെ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ടാവും. അത് മണല് വരാനൊക്കെ. തുരുമ്പ് പിടിച്ചല്ല, അത് ഇരുമ്പിന്റെ തോണിയാ. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ എന്താ പറയാ, തോണിക്കടവത്ത് ഇങ്ങനെ തേരാപ്പാറ നിക്കണല്ലേ. മറ്റേ വലിയ കൂടെ എടുത്തില്ല? വലിയ കൂടെ എടുത്തിട്ടില്ല. നല്ല വെയിലായി, നേരത്തെ മഴ ചാറിയിരുന്നു. നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് പിടിക്കാം അല്ലേ? ഇനി അടുത്ത് പോവാം. ഇനി അടുത്ത് നമുക്ക് അതിൽ അങ്ങോട്ട് പോകട്ടോ. മൊത്തത്തിലൊന്ന് കറങ്ങി അടിച്ച് ഇവലൊക്കെ ഒന്ന് എല്ലായിടും കൊണ്ടുപോയി കാണിച്ചു തരാം. കൂട്ടത്തിൽ അമ്മക്കൊന്ന് കാണാം. നമ്മളും കൊറേ ആയാലും എല്ലായിടും കണ്ടിട്ട് പോവാന്നാ. ഞാനേ നേരത്തെ പറഞ്ഞ റോഡില്ലേ, ആ ജാറത്തിന്റെ വന്നിട്ട് ഈ റോഡിൽ അപ്പൊ നമ്മള് അങ്ങാടി ടച്ച് ചെയ്യില്ല. ശരി. എത്ര അങ്ങനെ ഓട്ടർഷല്ലേ? ഇഷ്ടം പോലെ അങ്ങ് വരണ്ട, പിന്നെ തോണിക്കടവിന്റെ അതുവരെ ഉണ്ടാവലുണ്ട്. ഇനി നമുക്ക് അടുത്തത് കോളേജിന്റെ ഉണ്ട് പോയി. ഞാൻ റോഡിന് കൂടെ പോകാം. കോളേജ് റോഡിന് കണ്ടോളിട്ടടാ ലച്ചുകിച്ചോ, കണ്ടോളി. നമ്മളെ നാടും സ്ഥലമൊക്കെ ഒന്ന് കണ്ടോളി. ഇനി ഈ റോഡിൽ കൂടെ പോയാൽ എവിടേക്കെത്തുക, അതെങ്ങട്ടാ ഒന്നും ചോദിക്കണ്ട. വണ്ടി ഉണ്ട്, ബൈക്ക് പോയാ പോകാം. പിന്നെ ആർക്കും എല്ലാവർക്കും നിർത്തി കൊടുക്കണതുണ്ടാവില്ലല്ലേ, ഒക്കെ തിരക്കാരാവും. അപ്പൊ ഇനി ഈ റോട്ടുമ്പോ കൂടെ നേരെ പോയേക്കാം. ഇഷ്ടംപോലെ കട. 7ാം ക്ലാസ് വരെ പഠിച്ചത് ആ റോഡിന്. ഇവിടെ ആ കടയിൽ നല്ല പലഹാരങ്ങൾ ഉണ്ടല്ലോ. 7ാം ക്ലാസ് വരെയോ? പരതമ സ്കൂള്, ഇത് ഹൈസ്കൂള്.
ഇതിലാണ് നമ്മള് നടന്നത്. ഞാൻ +1 ഉം +2 ഹൈസ്കൂളില് അവിടെ VHSയിൽ. ഇവിടെയൊക്കെ ഇതായി ഇപ്പൊ ആദ്യം ഇവിടെ ഒരു പാറയില്ലായിരുന്നു. അവിടെ ഇപ്പൊ ഹോസ്പിറ്റലായി. ഇപ്പൊ കൊറേ ഒക്കെ മാറി ഇങ്ങോട്ടൊക്കെ ആണേലും. ഇത് ഫാമി പണ്ടേ ഉണ്ട് ഈ കട ഇവിടെ അല്ലേ? ഇവിടെ കൊറേ ആദ്യം ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ കടകളായി. ചെറുങ്ങനെ മഴ വരുന്നുണ്ട് അല്ലേ? മഴ ചാറുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നെ നേരത്തെ ഉള്ളത് തന്നെയാ ആ സംഭവമൊക്കെ. അതൊക്കെ അല്ലേ? ഇതെന്താ ഫാത്തിമ വുമൻസ് അക്കാദമി നേരത്തെ ഉണ്ടോ? മദ്രസയാണ് അല്ലേ? അപ്പൊ നമ്മള് പഞ്ചായത്തിന്റെ അവിടേക്ക് എത്തി. നമ്മുടെ മമ്പാട് പഞ്ചായത്ത്, ഞങ്ങളെ പഞ്ചായത്ത്. ഇതാണ് ഞങ്ങളെ മമ്പാട് പഞ്ചായത്ത്. നമ്മളെ പഞ്ചായത്തിലെ നമ്മൾ പഞ്ചായത്ത് കണ്ടു, വില്ലേജ് ഓഫീസ് കണ്ടു. ഓ എത്രങ്ങാനും നടക്കണേന്നോ ഈ റോട്ടിൽ കൂടെ. മഴയ്ക്കാന്നുണ്ടെങ്കിൽ പുള്ളിപ്പാടത്തുനിന്ന് കറുകവണ്ണേന്ന് വന്നിട്ട് എനിക്ക് കറുകവണ്ണെന്ന് പോണം പുളിങ്കുന്ന് നോക്കി എത്തണക്കി. അവിടുന്ന് പിന്നെ എത്ര ദൂരം? നമുക്കൊരു 5-6 കിലോമീറ്റർ ഒക്കെ ഉണ്ട് നടക്കാനും. പിന്നെ അതിന്റെ ഇടയ്ക്കൊരു പിന്നെ പുഴയും. കൊറച്ചേരം റെസ്റ്റ് ഇട്ടാ പുഴയ്ക്ക് കൂടെ പോകുമ്പേ അവിടെ തന്നെ റെസ്റ്റ് ഇട്ടാ. മന്തി ഉണ്ട്, മന്തിക്കട. ആ മന്തിക്കട ഈ ഇടയ്ക്ക് എന്തോ വീഡിയോ കണ്ടേന്ന് ഞാന്. അപ്പം നമ്മളെ പഴയ ഓർമ്മകളൊക്കെ പൊക്കിക്കൊണ്ട് ഇങ്ങനെ പോയി. ഇവിടുന്ന് ഒരു ദിവസം ഈ കാറ് നിക്കണ പറഞ്ഞ 500 രൂപ ഇട്ടിട്ട് ഞാനിവിടെ ഇതല്ലേ പള്ളീൻ്റെതല്ലേ, അവിടെ ആ നേർച്ച പൈസ അതിനകത്ത് ഇട്ട് ഞാന് ഒരു 500 രൂപ ഇട്ടി. ഞാൻ കൊറേ നേരം ഇങ്ങനെ നോക്കി ആരേലും വരുന്നുണ്ടോന്നൊക്കെ. ഉണ്ടെങ്കിൽ കൊടുക്ക വെച്ചാണ്ട്. പിന്നൊക്കെ തോന്നി ഇനിയിപ്പോ അവിടെ നിന്ന് കണ്ടിഞ്ഞ് വെറുതെ നമ്മളവിടെ നിക്കാല്ലാതെ ഇത് പോയാലും അറിയണ്ടാവില്ലല്ലോ. ഏതായാലും ഞാനത് അയക്കിട്ട്. മഴയാണ്, മഴ, നല്ല മഴ. നമ്മളീ ടൗണും പ്രദേശങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഗ്രാമപ്രദേശം ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളെ ഇവിടെ ഇതൊന്നും ഇല്ലേന്ന് പണ്ട്. ഇവിടെയൊക്കെ കുറെ പഴയ വീടുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സൈഡിൽ അവിടെയൊക്കെ വീടായിട്ട് പുതിയ വീടുകൾ കുറേ ആയി. ഇവിടെ പിന്നെ ഇതൊക്കെ പഴയ വീടുകൾ തന്നെ. ഇനി ഇവിടുന്നാണ് നമ്മളെ സ്കൂളിന്റെ അങ്ങോട്ട് തിരിയല്. വണ്ടി. അപ്പൊ നമ്മള് ഹൈസ്കൂൾ റോഡിന് തിരിയാട്ടോ. ഇതാണ് നമ്മള് പോലെ. വൈപ്പർ കംപ്ലൈന്റ് ആവണില്ലല്ലേ? ഒറ്റ മിനിറ്റ്. എന്തായത് എവിടെ? എന്തായത്? അപ്പൊ ശരിയല്ലോ. ചേട്ടായി ഊരിയപ്പോ എന്തേലും ആയ പിന്നെ എന്താ അറിയില്ല. അപ്പം പോരെ അവോക്കാഡോയാണോ ചോദിക്ക്? എത്ര അതോ? ഞാൻ അങ്ങനെ വിചാരിച്ചതേ. സ്കൂളിൽ പഠിക്കണോ? മമ്പാട് ഹൈസ്കൂള് കണ്ടോളിട്ടോ. അങ്ങോട്ടാണ് നമ്മള് പോണത്. ഇവിടെ ഈ കയറ്റം ഇങ്ങനെ കേറുമ്പോ ശ്വാസം വലിയും. എത്രങ്ങാനും നടന്നു വരണം. ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ചിലപ്പോ 5 മിനിറ്റ് ഒക്കെ ചിലപ്പോ വൈകുവേ ചില ദിവസം. നമുക്ക് പിന്നെ ഫുട്ബോൾ ഒന്നും കളിക്കാൻ അറിയാത്തോണ്ട് ഗ്രൗണ്ടിന്റെ ഒന്നും ആവശ്യം അധികമല്ല അല്ലേ? ഇതാണ് നമ്മളെ ഗ്രൗണ്ട് കേട്ടോ. ഫ്രണ്ട്സ് ഗ്രൗണ്ട് ഫ്രണ്ടിലേക്ക് കാണുന്നത് വലിയ ഗ്രൗണ്ടാ. ഇങ്ങനെ പോകാൻ പറ്റൂല വണ്ടിയായിട്ട്. പറ്റൂലേ? ഗ്രൗണ്ട് ഉണ്ടല്ലേ? പിള്ളേര് വരേണ്ട 3 നാളെ വെച്ച് പോകുന്നു. ഇന്ന ദിവസം ഇന്ന് മൺഡേ. വണ്ടികൾ പോകുന്നുണ്ടല്ലോ. പോയില്ലേ? അവിടെ അതിലൊരു കാറ് പോകുന്നുണ്ട്. കാറോ? ഒരു കാറുണ്ട് അവിടെ. പോണല്ലേ, സ്ഥിരം പോണല്ലേ. ഇതാണ് നമ്മളെ സ്കൂളിലൊക്കെ വേണ്ട മറ്റേ ഇതിന്റെ കൊടി കെട്ടിണ്ടോ? ഞാൻ ഇവിടുന്നൊക്കെ വെള്ളം കുടിക്കാൻ വരലുണ്ട് ഇടയ്ക്ക്. അവിടെയാണോ ഇവിടെയാണോ? അതാണ് നമ്മളെ
ഹൈസ്കൂൾ. ഞാൻ ഇവിടെ VHSC-ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ് 10th വരെ പഠിപ്പിച്ച് മിടുക്കനാക്കി എന്നൊക്കെ. പിന്നെ എന്നെ പഠിപ്പിച്ച് നല്ലൊരു വ്ളോഗറാക്കിയില്ലേ അല്ലേ? അതെ. ഇവിടെ ഇതായിരുന്നു എന്റെ ക്ലാസ്. ഇവിടെയോ? ഞാൻ പിന്നെ അവിടെ ആ ഭാഗത്ത് കയറി ശരിയുണ്ട ഭാഗത്ത് തന്നെയായിരുന്നു. ഇങ്ങോട്ടൊന്നും എടുക്കണ്ട, അവിടെയൊക്കെ പിള്ളേരുണ്ടാവും അല്ലേ? അപ്പൊ നമ്മള് പഴയ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ. ചേട്ടായിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഇങ്ങനെ തോന്നുന്നുണ്ടാവും സ്കൂളിനോട് അല്ലേ? ഇതിലെങ്ങനെ കൊറേ ഓടിച്ചാടി കളിച്ച് ചങ്ങായിമാരൊക്കെ ആയിട്ട് കമ്പനി ഇതിലെല്ലാം. മതിലാടി ഉണ്ടെങ്കില് ക്ലാസ് കട്ട് ചെയ്ത് പോയിണ്ടോ? പിന്നെ ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അന്ന് അതിനുള്ള ബോധം വെക്കണമെന്നില്ലല്ലോ. സ്കൂളിൽ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർമാരെങ്ങനെ വിളിച്ചു പറഞ്ഞ അടിയല്ലേ. അന്ന് ഇന്നത്തെ പോലെ അല്ല. ഇന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഒക്കെ പറയാനൊക്കെ ഇതുണ്ട്. അന്ന് പറഞ്ഞാൽ അടിയോട് അടിയായിരിക്കും. ചെടാ 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 ഇങ്ങനെ കിട്ടും. അതാണ് സ്കൂളിന്റെ ബാക്ക് സൈഡിൽ എത്തിയപ്പോ നമ്മള് ഇതിലൊക്കെ നടത്തായിരുന്നു പണി. ഞാൻ അതിലെല്ലാം വരലുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലെല്ലാം പോയലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ട് മുട്ടായി കട. അതൊക്കെ സ്കൂളിന്റെ ബാക്ക് സൈഡ്. ഇതൊക്കെയായിരുന്നു നമ്മളെ വിഹാര കേന്ദ്രം. അതേപോലെ തന്നെ ചങ്ങായി ഉണ്ട് ഡോൺ അലക്സാണ്ടർ. അവന്റെ വീട്ടിൽ പോക്കാ പണി. വെള്ളിയാഴ്ച 2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടല്ലോ. അവന്റെ വീട് കുറച്ചാണ്ട് പോയിട്ട് ആ സ്ഥലത്തിന്റെ പേര് ഇതൊരു കുന്നാണ്. ചെറിയ റോഡല്ലേ? റോഡ് ചെറിയ റോഡല്ലേ? ഇത്രങ്ങാനും വീടുകളല്ലേ? ഇഷ്ടംപോലെ വീടുകളാ. അങ്ങോട്ടൊക്കെ ഹൗസ് പ്ലോട്ടായല്ലോ അല്ലേ? അവിടെ പള്ളീന്റെ പണി നടക്കണ്ട. അവിടെ പള്ളി? അതെ, പള്ളിയാണ്. അങ്ങനെ കുറച്ചും കൂടെ എത്തിയപ്പോ ഇവിടൊക്കെ ഹൗസ് പ്ലോട്ട് ആക്കില്ലേ? ഫുള്ള് അങ്ങ് വരെ റോഡെല്ലാം വെട്ടി സെറ്റാക്കി. കണ്ടില്ലേ ലച്ചുച്ചോ? എങ്ങനെയുണ്ട് സ്കൂളിനെ പുറത്തുനിന്നല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ? വലിയ സ്കൂളാ. ഇഷ്ടം പോലെ കുട്ടികളും ഉണ്ട്. നമ്മള് നേരെ മറ്റേ അത് കിച്ചു അവിടെ ചോറിനുണ്ടോ? ഓനെ കാണില്ലല്ലോ. ഓൻ ചോറിനാൻ പോയിന്. അതാടെ പുറകില് ചോറിനാണ് അവിടെ. കഴിച്ചിട്ട് വാ. പിന്നെ ആ കാണുന്നത് MES കുട്ടികളല്ലേ? കുട്ടികളല്ലേ? പള്ളി പോയിരുന്നു. ഇവിടെ പള്ളിയിൽ പോയിരുന്നു അല്ലേ? പിള്ളേരുടെ കയ്യിൽ ഫോണുണ്ടല്ലോ ചിലരുടെ കയ്യിൽ. കാണുന്നത് MES സ്കൂള് കണ്ടു. കണ്ടല്ലേടാ സ്കൂട്ടി? നിങ്ങളെ സ്കൂളിൽ ഇതേമാതിരി പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റുമല്ലോ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകാം. ഇനിയിപ്പോ അല്ലാതെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോയി ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് പോകാം. വെള്ളിയാഴ്ച 2 മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം. അതിനൊക്കെ സമയം ഉണ്ടാവും. ചോറിനിട്ടൊക്കെ വരണമെന്നൊക്കെ നമ്മൾ കോളേജ് റോഡിനാണ് പോണത്. കോളേജ് റോഡ്. അതെ. ഈ റോഡ് ഇപ്പൊ നമ്മള് മമ്പാടുന്ന് വരുന്ന റോഡാട്ടോ. മമ്പാട് ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. നമ്മൾ അവിടേക്ക് തന്നെ വന്ന് ചാടിയതാ. ഇനി നേരെ പുളിക്കലോടിക്കാണ് ഈ റോഡ് ചെന്നെത്തുക. അപ്പൊ അടുത്തതായിട്ട് ഇത് നടുവക്കാട് സ്കൂളിലെ LP സ്കൂളാണ്. ഞാൻ ആ റോഡിന് പോയിട്ടുണ്ട്. അതിൽ പോയിട്ട് ഫ്രണ്ടിന്റെ വീട്ടിട്ട് ഞാൻ അതിലൊക്കെ കറങ്ങലുണ്ടായിരുന്നു. അതോ കൃഷിയുണ്ടോ? ആട്ടോ, നല്ലൊരു വാഴത്തോട്ടം. നല്ലൊരു കർഷകന്റെ തോട്ടമാണത്. ശരി, നമ്മള് കഴിഞ്ഞ ഏതോ ഒരു വരവിന് ഫുള്ള് റബ്ബർ ആയിരുന്നല്ലോ അല്ലേ? അതൊക്കെ വഴിയാക്കി ഫുള്ള് റോഡാക്കിയിട്ടുണ്ടല്ലോ ഇതിനകത്തോട്ടെല്ലാം. അതിന്റെ തുണക്കാര് വീടുണ്ടാവും. അതിന്റെ തുണക്കാര് വീടുണ്ടല്ലോ അതിലൊക്കെ. അപ്പൊ ഞങ്ങള് കൊറേ ഉള്ള പേരൊക്കെ മറന്ന്. അത് സെലീനന്റെ വീട്ടിൽ പോവും, പിന്നെ അനുഗ്രഹന്റെ വീട്ടിൽ പോവും. അങ്ങനെ എല്ലാരും വീട്ടിലും പോവും ഇടക്കിടക്ക്.
എല്ലാരും ഇല്ല ചെലവല്ലേ. നമ്മള് പോകുന്നുണ്ട് അതിലെ. നമ്മളൊന്നിലൊക്കെ നമ്മള് കറങ്ങിയുണ്ടോ? നമ്മള് കറങ്ങോ? എടാ ഓനെന്തേ? ഓൻ ചോറിനാടൊക്കെ കവുങ്ങുന്തോട്ടം നല്ലൊരു തോട്ടാണല്ലോ. ഇതാണ് നമ്മളെ മലപ്പുറം ജില്ലേന്റെ കാഴ്ചകൾ കേട്ടോ. നമ്മളൊരു ഏരിയന്റെ കാഴ്ചയാണ്. അവിടെ നല്ല കർഷകരുണ്ട് കേട്ടോ. ഒരു കാക്കയും താത്തേൻ്റെ അവിടെ പണിയെടുക്കുന്നു. കൃഷിയാണ്. പുളിക്കലോടി പോണോ? ഇനിയിപ്പോ ഏതായാലും വന്നല്ല. ഇനി നമ്മൾ ഈ റോഡ് ചെന്നെത്തണ പുളിക്കലോടിക്കല്ലേ. കോളേജ് കാണാം. ഇതാ കോളേജ് റോഡല്ലത്. അപ്പൊ കോളേജ് റോഡിന്റെ അവിടേക്ക് എത്തി നമ്മള്. കോളേജിന്റെ അങ്ങോട്ടുള്ള റോഡാണിത്. കുറച്ചടറ്റം പോയി തിരിച്ചു വരാം. കോളേജും കാണാം. കണ്ടോളിട്ടാടാ. ഇനി അതെവിടെയാ ഇതെവിടെയാ ചോദിക്കരുത്. നിങ്ങള് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ കോളേജിൽ പഠിക്കാം. അതെ, ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് അതിനുള്ള മാർക്കില്ലായിരുന്നു. നല്ലോണം പഠിച്ചോണ്ടിട്ടോ. ഞങ്ങൾ നല്ലോണം പഠിക്കണോണ്ട് നല്ല റബ്ബർ തോട്ടം തൈമറാണല്ലേ. സ്ഥലങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ വിളിച്ചോളിട്ടോ. ഒന്നും നോക്കണ്ട. പുളിക്കലോടി, മമ്പാട്, ടൗൺ ഏരിയ, ഉള്ള ഏരിയ എവിടെയാണേലും കുഴപ്പമില്ല, വിളിച്ചോളി. നമ്മളവിടെ നിന്നൊക്കെ കുറെ കുട്ടികളുണ്ടാവും ഇവിടെ പഠിക്കണേ. കോളേജിൽ യൂണിഫോം ഉണ്ടോ? ഉണ്ടാവും. കോളേജിൽ യൂണിഫോം പണ്ടേ ഉണ്ടല്ലോ. MES മമ്പാട് കോളേജ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ എത്തിയത്. കോളേജ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇവിടെ പഠിച്ചിട്ടില്ല. പഠിച്ചോളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളിട്ടോ. മമ്പാട് MES കോളേജിൽ. മമ്പാട് കോളേജും പഠിക്കേ ഓർമ്മകൾ, മധുരമായ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളി. അതെ. അപ്പൊ നമുക്ക് തിരിച്ചു പോയല്ലേ. ഈ റോഡിന് ചെന്ന് ഓടിക്കത്തത് ഇതിപ്പോ നേരെ പോവുകയാണെങ്കില് ഇവിടെ ഞാൻ പറഞ്ഞോട് ഞാൻ സ്ഥലങ്ങളൊക്കെ മറന്നു തന്നെ. സ്ഥലപ്പേരൊക്കെ മറന്നു. ഇത് അവിടെ വരെ ഉള്ളോ? ഇല്ല, ഇതങ്ങനെ പോവും. എങ്ങോട്ട് പേരറിയില്ലല്ലോ അല്ലേ. അപ്പൊ എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു എനിക്ക് എന്റെ പേരറിയില്ല. പിന്നെ ചോദിക്കുന്നത് എവിടേക്കാ? അതറിയാതാണ്ട് ചോദിക്കാണേട്ടായേ. ഏതായാലും നമുക്കിതിൽ പോയൊക്കെ ഇനിയിപ്പോ കുറച്ചുകൂടി പോയിക്കഴിഞ്ഞാൽ നമ്മള് അടുത്തൊരു സ്ഥലത്ത് എവിടെയെങ്കിലും എത്തുമല്ലോ. പോകുമ്പോഴല്ലേ നമ്മൾ അറിയാ. ഇവിടെ പുതിയ വീടിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പുതിയ വീട് ഇപ്പൊ അടുത്ത് കുടിരിക്കലൊക്കെ ആവും. ഹെൽമെറ്റിലായിട്ടാണോ രണ്ടാളും ചിരിച്ചോണ്ട് വരുന്നത്? ഇവിടെ അങ്ങനെ ഇപ്പൊ അങ്ങനെ ചെക്കിംഗ് ഒന്നുമില്ലേ? നമ്മുടെ നാട്ടിലധികം ചെക്കിംഗ് ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ടാവും. റോഡ് പറ്റ പോയില്ലേ? റോഡ് വെള്ളം കയറി ആകെ നസി കുസിയായി കിടക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് നേരായി വരണമെങ്കിൽ. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ. വീടുകളുണ്ട്. ഇതൊക്കെ കോളേജിന്റെ കോമ്പൗണ്ടാണ്. വലിയ കോളേജാണ്. എന്തേരെ ഉണ്ടല്ലേ. കാട്ടിപ്പൊയിൽ അങ്ങനെ എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? കാട്ടിപ്പൊയിൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇല്ലേ കാട്ടിപ്പൊയില്. കോളേജ് ഗ്രൗണ്ട് ഇവിടെ അല്ല, ഉള്ളില് കണ്ടതാണ് കോളേജ്. അതിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ. ആ റോഡ് എവിടേക്ക് എത്തുന്നുള്ള അറിയാത്തോണ്ട് അങ്ങനെ പോകും നമ്മള്. കോളേജ് മൊത്തം അടച്ചിട്ടേക്ക. ഉള്ളു അടച്ചിട്ടേക്ക. കളങ്കുന്നു അങ്ങനെ എന്തൊക്കെ പേര് പറയല്ലോ ഇവിടെ. പോയി നോക്കാം. അവിടെ എത്തിയിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഞാൻ ഏതായാലും ഇതിൽ ആദ്യമായിട്ട് വരാം കേട്ടോ. ഞാൻ ആ കോളേജ് റോഡിന്റെ അതിൽ അങ്ങനെ വന്നിട്ടുണ്ട് അല്ലാതെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. വണ്ടി ഭയങ്കര കുത്തിക്കുളുക്കുണ്ടല്ലോ. റോഡാകെ ഇളകി പറഞ്ഞിട്ട്. ഈ ഭാഗത്തേക്ക് വീടുകൾ അടുത്തടുത്ത് വീടുകളില്ലല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ടേ വീടുകളുള്ളൂ. ഇവിടെ ഓരോരുത്തർക്കും കുറെ സ്ഥലങ്ങൾ ഉണ്ടാവും ചിലപ്പോ അധികം. ഇത് പഴയൊരു വീട് നോക്കി. പണ്ടത്തെ മൺകട്ട കുറച്ച് വെട്ടുകല്ലും ഉണ്ട് അല്ലേ. വെട്ടുകല്ലേ. ഈ റോഡിനൊന്നും ഞാൻ അങ്ങനെ അധികം വന്നിട്ടില്ല. അന്ന് നമുക്ക് പരിചയമല്ലല്ലോ ഇവിടെ. പിന്നെ അഥവാ എല്ലാരും പോകാൻ ഷീറ്റ് കമ്പനിയാണോ അത്? അപ്പുറത്തെ തോട്ടത്തിന്റെ ആ തോട്ടത്തിന്റെ ആവൂലേ.
അങ്ങനല്ലേ അതിലും ഇതിലും പോയാൽ ആരെങ്കിലും പിടിച്ചോണ്ടാവും പറഞ്ഞോണ്ടൊക്കെ പേടിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏരിയും പോവില്ല. പിള്ളേരെ പിടുത്തക്കാര് വരും ജിനേഷ് അറിയും. ആരേലും കൊണ്ടുപോകും ജിനേഷ് എന്ന് പറയോ? അപ്പൊ പേടി. ഇതാണ് മതില്. അപ്പൊ മോഡലാക്കിയല്ലേ? മോഡലത് മോഡലാക്കിയ എല്ലാവും എന്നാ മറ്റേ സാധനമായിരിക്കും. അതാ തകരത്തിന്റെ അത് മരിക്കുണ്ടല്ലോ, ഇമ്മ പെയിന്റ് അടിച്ച മരിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ നല്ലൊരു പാടമുണ്ട്, പക്ഷെ കൃഷിയൊന്നുമില്ല. കാലങ്ങളായിട്ട് കൃഷിയൊന്നും പോത്ത് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. വെള്ളത്തില് നീരാടാണ്. എങ്ങനെയുണ്ട് ചങ്കാളെ നമ്മളെ നാടും നാട്ടുകാരും? അതെ, നാട്ടുകാരെ വീഡിയോകളൊക്കെ നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നതാണ്. നമ്മളെ നാടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കട്ടോ. നിങ്ങൾ അടിക്കുന്ന ലൈക്കാണ് നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ. ഒരു എന്താ പറയാ, ഒരു ഇതാണ്, ഒരു വികാരമാണ്, പ്രചോദനമാണ്. പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള നമുക്ക് എന്താ പറയാ സപ്പോർട്ട് നിങ്ങൾ തരണം. പോയി 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 നമ്മളിപ്പോ എങ്ങോട്ടോ പോകണ്ടോ? ഇനിയിപ്പോ എങ്ങോട്ടോ എനിക്ക് തോന്നണതേ, നമ്മള് മറ്റേ പെരിന്തൽമണ്ണൊക്കെ പോണ റോഡുണ്ടല്ലോ. പക്ഷെ എനിക്ക് നമ്മളെ ഈ നാടിനെ കഴിഞ്ഞും കൂടുതൽ അറിയണെങ്കിൽ എനിക്ക് കാസർഗോഡും കണ്ണൂരൊക്കെ. അതതിലെ പോകാത്ത സ്ഥലങ്ങളില്ല, എല്ലാ ഏരിയയിൽ കൂടി എത്തി അവിടെ. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മള് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ഏരിയയിൽ കൂടെ ഉള്ള കറക്കമൊക്കെ. പക്ഷെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അന്നൊന്നും നമ്മളടുത്ത് പൈസ ഒന്നുമില്ല അങ്ങനെ കറങ്ങാൻ പോകാനുള്ള സെറ്റപ്പും സാഹചര്യങ്ങളും ഇല്ല. വീട്ടിൽ നിന്നുള്ള അലമ്പ് പ്രഷർ മൊത്തത്തിലാവുമ്പോ നമുക്ക് പുറത്തിറങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പഠിക്കാനൊക്കെ കൂട്ടിന്ന് തുറന്നു വിട്ട കിളിയാവുമ്പോ പിന്നെ അങ്ങനെ പറന്ന് പോക്ക് തുടങ്ങിയത് കാസർഗോഡ് എത്തിയിട്ടാണ്. അപ്പൊ പറഞ്ഞാണ്ട് ഇപ്പൊ എവിടെ എത്തി അറിയോ? മാരമംഗലം എത്തി. മാരമംഗലം അതിന്റെ പേര് അവിടേക്ക് എത്തില്ലേ? അതെ, മാരമംഗലം ബസ് സ്റ്റോപ്പിന്റെ അടുത്ത്. ഇനി നേരെ കറങ്ങി തിരിഞ്ഞവളഞ്ഞ് നേരെ പുളിക്കലോടി എത്തും. ഓ എന്ത് രസോ ആ വീട്, അടിപൊളി. അതെ, പഴയ ഓടുകൾ വിൽക്കാൻ വെച്ചാണ്ടോ? വീടിന്റെ ഇഷ്ടിക വെട്ടുകല്ല് അതൊക്കെ ഉണ്ട്. കാവേരി എടുത്ത് വെക്കണ അവിടെ ഓട്ട് കമ്പനി ഉണ്ട്. അത് ചെലപ്പേ ഈ പഴയത് സെക്കൻഡ് ഹാൻഡ് പഴയത് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും. കാവേരി പറഞ്ഞ എത്ര 2.5 റുപ്യല്ലേ ഒരു ഓടിന്? അത്രേ ഉള്ളൂ പഴയതിന് കേട്ടോ. ഇതിനല്ല വില ഉണ്ടോ? അപ്പൊ ചങ്കളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അതെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളി. മമ്പാടുള്ള ചങ്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട. നമുക്ക് നമ്മളെ നാട്ടിലത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി വീണ്ടും വരാം. നമ്മളെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്യാനൊക്കെ താല്പര്യമെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. നമ്പർ 98 95 18 18 86 ആണ്. എങ്ങനെയുണ്ട് നാട്? സെറ്റപ്പ് അല്ലേ? സെറ്റല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.